ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം. ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. പത്രോസ് ആശ്ചര്യത്തോടെ അത്ഭുതത്തോടുകൂടി ഈശോയോട് പറയുന്ന വാക്കുകളായിരുന്നു. ഈശോ അത്തിമരത്തിന്മേൽ ഫലം അന്വേഷിച്ചു. ഫലം കാണാതെ വന്നപ്പോൾ അതിനെ ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഈ ഉണങ്ങിപ്പോയ അത്തിമരം കണ്ടപ്പോൾ പത്രോസിന് അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആശ്ചര്യത്തോടുകൂടി സംശയത്തോടുകൂടി അവൻ ഈശോയോട് പറയുക, ഈശോ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇതെങ്ങനെയാണ് നടന്നത്? അവന്റെ ആ ചോദ്യത്തില്, ആ ഒരു പറച്ചിലില് ഒരു സംശയമുണ്ട്. എങ്ങനെ ഇത് സാധ്യമായി? സ്നേഹമുള്ളവരെ, ഇതിനുള്ള മറുപടി ഈശോ നൽകുന്നുണ്ട് അല്ലെ. നീ വിശ്വാസത്തോടുകൂടി എന്താവശ്യപ്പെട്ടാലും നിന്റെ ജീവിതത്തില് അത് നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കും. ഇത് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. നിന്റെ ജീവിതത്തില് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ അത്ഭുതം പോലും നിന്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്കൊക്കെ നേടിയെടുക്കാനായിട്ട് ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയാണ്. കാരണം എന്താ? വിശ്വാസം കുറവാ. പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, ദൈവസന്നിധിയിൽ വന്ന് എണ്ണമിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസം കുറഞ്ഞു പോകുന്നു. പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമോ എന്നുള്ള സംശയം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറി വരികയാ. ഈ സംശയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വന്നാല്, നീ പ്രാർത്ഥിച്ചാല് നിനക്കൊരിക്കലും അത്ഭുതം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ നീ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അവനോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാല് നീ ചോദിക്കുന്നത് നിന്റെ ദൈവം തരും. സ്നേഹമുള്ളവർ, ഇതാണ് ഈശോ എനിക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ തുടർച്ചയോ ഈ വിശ്വാസമോ ഇല്ലാതെ പോവുക. പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ പിന്നെ ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല. ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോലും വരാതെ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരിക. അവരോടാണ് ഈശോ പറയുന്നത്, മോനെ, നീ പ്രാർത്ഥന നിർത്തരുത്. നീ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സമയം വരെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചാല്, ആഴമായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാല് നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ദൈവം നിനക്ക് തരും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ തുടങ്ങാറുണ്ട് അല്ലേ, പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. തുടർച്ചയില്ലാതായി പോയി. എന്തുകൊണ്ടാ? നമ്മളൊരു കാര്യം തുടങ്ങി അവിടെ വിജയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇനി ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇനി എന്തിനാ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പരാജയം മാത്രമാണല്ലോ, മറ്റുള്ളവർ കളിയാക്കുന്നില്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ കളിയാക്കലുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടിയേക്കാം. പല കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ പലരും നമ്മളെ കളിയാക്കിയേക്കാം. പക്ഷെ നീ തളർന്നു പോവരുത്. നിനക്കൊരു വിശ്വാസം ഉണ്ടാവണം. നീ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, നിന്നെ സംരക്ഷിക്കാനായിട്ട് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. സ്നേഹമുള്ളവരെ, ഈ ബോധ്യം, ഈ ഉറച്ച വിശ്വാസം, അത് ദൈവത്തോടു കൂടി ആയിക്കൊള്ളട്ടെ, അതോടൊപ്പം നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ആയിക്കൊള്ളട്ടെ, ഈ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്കും നേടിയെടുക്കാം. ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ടും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് ഈ ലോക ജീവിതത്തില് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.